എസ്.ടി. സന്യാസ സമൂഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് തോട്ടുമുഖത്തുള്ള സന്യാസി സമൂഹത്തിന്റെ ജനറലേറ്റ് ഭവനത്തിൽ വെച്ച് വൈകാരികമായ കുടുംബസംഗമം നടന്നു. സന്യാസ സമൂഹത്തിന്റെ സ്ഥാപനത്തിനും വളർച്ചയ്ക്കും വഴികാട്ടിയായ മഹത് വ്യക്തികളുടെ പിൻതലമുറക്കാരെ ഒരുമിപ്പിച്ചാണ് ഈ വിശിഷ്ടമായ സ്നേഹസംഗമം സംഘടിപ്പിച്ചത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആലുവയുടെ മണ്ണിൽ എസ്.ടി. സന്യാസ സമൂഹം രൂപം കൊള്ളുവാൻ അനുവാദവും പൈതൃകാശീർവാദവും നൽകിയ അഭിവന്യ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവിന്റെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന സുവിശേഷ ദർശനം ജീവിതത്തിലുടനീളം പകർത്തി അഗതി മക്കളെ നെഞ്ചിലേറ്റിയ സ്ഥാപക പിതാവ് ധന്യൻ വർഗീസ് പയ്യപ്പള്ളി അച്ഛന്റെ കുടുംബവും സംഗമത്തിൽ ഭാഗമായി. സന്യാസമൂഹത്തിലെ ആദ്യ സഹോദരിമാരായ സിസ്റ്റർ ജോസഫീന കുപ്പിയിൽ ഇടക്കാല, സിസ്റ്റർ സിസിലി മടത്തിപ്പറമ്പിൽ, സിസ്റ്റർ ജൽത്രൂദ് മഴുവഞ്ചേരി, സിസ്റ്റർ കൊച്ചുത്രേസ്യ കൂറ്റാഞ്ചേരി, കാളാമ്പറമ്പിൽ ത്രേസ്യ എന്നിവരുടെയും കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. വർഗീസ് പയ്യപ്പള്ളി അച്ഛന്റെ ദർശനങ്ങൾക്ക് ചിറകു നൽകി സഭയുടെ ബാലാരിഷ്ടതകളിൽ കൂടെ നിന്ന വർഗീസ് പതിയാമൂലെ അച്ഛൻ സ്ഥാപക ചൈതന്യത്തിൽ ഒട്ടും മങ്ങലേൽക്കാതെ 40 വർഷക്കാലം സന്യാസ സമൂഹത്തെ നയിച്ച മോൺസ്റ്റന്നൂർ ജോർജ് വെല്യാപ്പറമ്പത്തച്ഛൻ എന്നിവരുടെ കുടുംബാംഗങ്ങളും ഒത്തുചേർന്നു. വിവിധ കുടുംബങ്ങളിൽ നിന്നായി 200ഓളം പ്രതിനിധികളാണ് ഈ പ്രാർത്ഥനാപൂർവമായ സംഗമത്തിൽ സംബന്ധിച്ചത്. രാവിലെ 10:30 കോതമംഗലം രൂപതാ വികാരി ജനറൽ പെരിയ പയസ് മലയക്കണ്ടത്തിൽ അച്ഛന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയർപ്പിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ കണ്ടേത്ത്, ഫാദർ ജിൻസൺ വല്യാമ്പറമ്പത്ത് CMF, ഫാദർ പ്രശാന്ത് കുരിശിങ്കൽ CST, ഫാദർ ജോസ് പതിയാമൂല MCBS എന്നിവർ ദിവ്യബലിയിൽ സഹകാർമ്മികത്വം വഹിച്ചു. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന്റെ ആരംഭദശയിൽ സന്യാസ സമൂഹം രൂപം കൊള്ളുവാൻ കാരണഭൂതരായ മഹത് വ്യക്തികളുടെ പിൻതലമുറക്കാരെ ആദരിക്കുവാനും അവരോടൊപ്പം ഈ 100ാം വർഷം ആഘോഷിക്കുവാനും കഴിഞ്ഞത് വലിയ ദൈവാനുഗ്രഹത്തിന്റെയും ആത്മനിറവിന്റെയും അനുഭവമായി മാറി.